ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഷെയർ ചെയ്തുകൊണ്ട് മാത്രം ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഹെവി ആയിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിൽ വരുന്ന ആഡ്സ് ജസ്റ്റ് നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റോ മറ്റ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ ഒന്നും തന്നെ ഇല്ല. മിനിമം 15 രൂപ ആയാൽ തന്നെ നമുക്ക് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നതിനെയൊക്കെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. യൂണിസോൺ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്ക് പോകും. നമ്മൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഈ ഭാഗത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗൂഗിൾ ഐ.ഡി, ജിമെയിൽ ഐ.ഡി കൊടുത്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മെയിൻ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇതേപോലെ ഒരു പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് അവിടെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത ശേഷം താഴെ സേവ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ കോൺടാക്റ്റിൻ്റെ എണ്ണം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഗെറ്റ് ഫ്രം ഗൂഗിൾ കോൺടാക്റ്റ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലൊരു പേജിലേക്ക് പോകും. ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഗൂഗിൾ കോൺടാക്റ്റിൻ്റെ എണ്ണം നമുക്കവിടെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. നമ്മൾ അതിനായിട്ടൊന്നും ചെയ്യണ്ട. അടുത്തത് നമ്മുടെ പിൻ കോഡ് കൊടുക്കാനാണ്. നമ്മുടെ പിൻ കോഡ് കറക്റ്റായിട്ട് നമുക്കവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്ത ശേഷം താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ പ്ലേ ആവുന്നത് നമുക്ക് കാണാം. കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വാട്സപ്പ് പേജിലേക്കാണ് പോകുന്നത്. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ മെസ്സേജ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തന്നെ നമുക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അക്കൗണ്ട് വെരിഫൈ ആയിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ലിങ്ക് കാണാം. നമുക്ക് ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസിലേക്ക് വരും. മുകളിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് ആപ്പ് ഒന്ന് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. റൈറ്റ് സൈഡിൽ മേലെയായിട്ട് പ്രൊഫൈലിൻ്റെ ഒരു ഐക്കൺ കാണാം. നമുക്ക് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഓപ്പൺ ആയി വരുന്ന പേജിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ജെൻഡർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് തൊട്ട് മേലെ റിസീവ് ഓൺ വാട്സപ്പ് എന്ന് കാണാം. അവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു വീഡിയോ പ്ലേ ആവും. എനേബിൾ എന്നുള്ള ബട്ടൺ ഞെക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വാട്സപ്പിലോട്ടാണ് പോകുന്നത്. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനുള്ളൊരു മെസ്സേജ് കൂടി നമ്മൾ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ആ മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സെൻഡ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷെയർ ചെയ്യുന്ന ആഡ്സിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് മെയിൻ പേജിലേക്ക് വരാം. ഇവിടെ ഒരു ആഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ അക്കൗണ്ടാണിത്. ഈ ആഡിൻ്റെ താഴെ നമുക്ക് എത്ര എമൗണ്ട് കിട്ടുക എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാറ്റസ് വ്യൂസിനനുസരിച്ചാണ് നമ്മുടെ എമൗണ്ട്. നമുക്ക് വ്യൂസ് കൂടുതലുണ്ടെങ്കിൽ നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് വെരിഫൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഭാഗത്ത് ടിക്ക് മാർക്ക് ചെയ്ത ശേഷം ഷെയർ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാട്സപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അടിയിലുള്ള ഈ ലിങ്കും കാര്യങ്ങളും ഒന്നും മിസ്സാവാതെ വേണം ഷെയർ ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മൾ ഷെയർ ചെയ്ത് 24 മണിക്കൂർ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് വാട്സപ്പിൽ നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിൽ നിന്ന് റെഫർ ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും. അതിനായിട്ട് റെഫർ ആൻഡ് ഏൺ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടേതായിട്ടുള്ളൊരു റെഫറൽ ലിങ്ക് നമുക്ക് കിട്ടും. അത് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ആരെങ്കിലും ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ആക്കുകയാണെങ്കിൽ അവർ സൈനപ്പ് ചെയ്ത് ഫസ്റ്റ് ആഡ് പ്ലേസ് ചെയ്ത് ഫസ്റ്റ് പേ ഔട്ട്, അതായത് ആദ്യമായിട്ട് വിഡ്രോ ചെയ്ത
കഴിയുമ്പോൾ നമുക്ക് 10 രൂപ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ നേരത്തെ ഇട്ട ആഡ് ഞാൻ ഇന്നലെയാണ് ആഡ് ഇട്ടത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഷെയർഡ് ആർട്സ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗം എനേബിൾ ആയിട്ടുണ്ടാവും. ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഗാലറിയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഗാലറിയിൽ നിന്ന് ആ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുക. ഇതുപോലെ വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ. നമ്മുടെ ആ ലിങ്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണണം. അത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഭാഗത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രീൻഷോട്ടിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ അണ്ടർ റിവ്യൂ എന്നാണുള്ളത്. കുറച്ച് സമയം കഴിയുമ്പോൾ അത് അക്സെപ്റ്റഡ് എന്ന് കാണിച്ചിട്ട് നമുക്ക് എമൗണ്ട് അവിടെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇനി ഇതിൽ വിഡ്രോ വരുന്നത് ഡയറക്റ്റ് ബാങ്ക് ത്രൂ ആണ്. നമ്മൾ വിഡ്രോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ അവർ തന്നെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് ജസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ വിഡ്രോ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു പേ ഔട്ട് ലിങ്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിലോ കിട്ടും. ആ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ബാങ്കിൽ എമൗണ്ട് ക്രെഡിറ്റ് ആവും. കറക്റ്റായിട്ട് എമൗണ്ട് തരുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഒരു ഫേക്കും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ എമൗണ്ട്സ് ഒക്കെ ഞാൻ ഇതിൽ നിന്ന് പലപ്പോഴായിട്ട് വിഡ്രോ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പ്രൂഫൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാവരും വർക്ക് ചെയ്യുക. കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നൊരു ആപ്ലിക്കേഷനാണ്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.